ബീരാനിക്കല്ലേ? ഇതാണ് ആള്. ഞാന് ഷേവ് ചെയ്തോണ്ടിരിക്കായിരുന്നു. അല്ല, നിങ്ങൾ ഷേവ് ചെയ്യുമ്പോ പുരികം പറിക്കല്ലോ, അത് തലേ കൂടെ തൈരും കൂടെ ധൃതി തേച്ചപ്പോ എല്ലായിടത്തോടെ ആയിപ്പോയി. ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി. നിങ്ങൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ എളുപ്പം ധൃതി തേച്ചപ്പോ ലേറ്റ്. ഇല്ല, നമ്മൾ എത്ര രാഹുകാലത്തിന് 2.5 മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ ബീരാനിക്കെ പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കാമല്ലോ. അപ്പം നമുക്ക് ലേറ്റ് ആക്കട്ടെ, രാഹുകാലം തെറ്റിക്കാതെ. ഇതിലിപ്പോ തന്നെ ഒപ്പിട്ടേക്ക്. സത്യമുള്ള പൈസ ആയതുകൊണ്ട് പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ. സാരമില്ല, ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. ഇവിടെ ഇതിലൊരു 40 ഉറുപ്പ്യയുടെ കുറവുണ്ടാവും. കാരണം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട്, അതിന് കൊടുത്ത്. നിങ്ങൾ ആവശ്യത്തിന് സാരമില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കുന്നല്ലേ. ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടം കൊടുക്കണേ. ഇങ്ങനെ ഒരു നിവർത്തിയോട് വന്നതുകൊണ്ട് പിന്നെ ഞാനൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് 11, അടുത്ത 21-ന്. അതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി 100 പറഞ്ഞില്ലേ? 100 പറഞ്ഞു, എന്നാലും പോരല്ലോ, നമ്മൾ തമ്മിലൊന്ന് ഉറപ്പിക്കണ്ടേ. ഞാൻ വാക്ക് മാറില്ല ബീരാനിക്ക, നിങ്ങൾ ധൈര്യമായിട്ട് വെക്കോളൂ. പിന്നെ നമ്മളെ പറഞ്ഞ പോലെ. മാനേജർ സർദാർജി തിങ്കളാഴ്ച ലോൺ ശരിയാക്കാം എന്ന് വാക്ക് തന്നു. 100 സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എടാ 100, എവരി ഡോഗ് ഹാസ് എ ഡേ എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാല് എല്ലാ നായിന്റെ മക്കൾക്കും ഒരു ദിവസം ഉണ്ടെന്ന്. അത് ശരി. നൂറേ, നൂറേ, ഉപദ്രവിക്കല്ലേ, ഞമ്മളൊരു കിനാവ് കാണാണ്. പണമില്ലാത്ത ഒരു കിനാവ് കാണാൻ പാടില്ല എന്നാ പറയാ. ഞമ്മളിൽ ഇപ്പൊ പണമുണ്ടല്ലോ, ഞമ്മളും കാണണ്ട ഒരു കിനാവ്. വലിയ നിധി കിട്ടിയവൻ കാണുന്ന ഒരു കിനാവ്, കിനാവ്, കിനാവ്. വലിയ പാദുഷമാര് കാണുന്ന ഒരു കിനാവ്, കിനാവ്, കിനാവ്.